ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ടെസ്റ്റുകൾ മാറിമറിഞ്ഞു. UDF സംവിധാനവുമായി മുന്നോട്ടു പോവുക എന്ന ലീഗ് നേതൃത്വത്തിന്റെ ഉറച്ച തീരുമാനത്തിന് പിന്നാലെ കൊണ്ടോട്ടി നഗരസഭയിൽ മുസ്ലിം ലീഗിലെ അഷ്റഫ് മടാൻ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. UDF സംവിധാനമുള്ള കൊണ്ടോട്ടി നഗരസഭയിൽ ഇനി ചെയർപേഴ്സൺ സ്ഥാനം ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ മാസത്തിലാകും ലീഗിലെ CT ഫാത്തിമത്ത് സുഹ്റാബി ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുക എന്നാണ് വിവരം. ചെയർപേഴ്സൺ സ്ഥാനം 3 വർഷം ലീഗിനും 2 വർഷം കോൺഗ്രസിനും എന്ന ധാരണ ഉണ്ടെന്ന് കോൺഗ്രസും അത്തരമൊരു ധാരണ ഇല്ലെന്ന് ലീഗും അറിയിച്ചതോടെ മുന്നണി ബന്ധത്തെ ബാധിച്ചു തുടങ്ങി. മാർച്ച് 20-ന് വൈസ് ചെയർമാൻ സ്ഥാനവും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും കോൺഗ്രസ് രാജിവെച്ചു. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് വോട്ടെടുപ്പ് നിശ്ചയിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതാക്കളുടെ യോഗത്തിലാണ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിന് നൽകാൻ ധാരണയായത്. UDF സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചത്. ഏതായാലും ഇന്ന് 2-3 മാസങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ആശങ്കയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമായ ഒരു സമയം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം ഞങ്ങളെ ബഹുമാനീയനായ അനിൽകുമാർ MLA വഴി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനും അവർ നിർദ്ദേശിക്കുന്ന അഷ്റഫ് മടാൻ എന്ന സ്ഥാനാർത്ഥിക്ക് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ജൂൺ അവസാനത്തോടു കൂടെ എന്നുള്ള പറഞ്ഞത്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കും. ഒരു മധ്യത്തോടു പിന്നെ ഒരു ചെയർമാൻ സ്ഥാനം രാജ്യക്കും അവസാനത്തോടു കൂടെ ജൂൺ അവസാനമാകുമ്പോഴേക്കും നമുക്ക് ചെയർമാൻഷിപ്പ് തരും. അതിന് മറ്റ് പൂർണ്ണ ഡീറ്റെയിൽസുകളൊക്കെ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ അറിയിപ്പ് തന്നിട്ടുള്ളത് അതാണ്. അത് ഏകദേശം നമുക്ക് സ്വീകാര്യം, നമ്മളെ മണ്ഡലം കമ്മിറ്റി കൂടി സ്വീകാര്യം ആയതുകൊണ്ട് ഞങ്ങളത് സ്വീകരിച്ച് UDF ബന്ധം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ലീഗ് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച അഷ്റഫ് മടാനെ കോൺഗ്രസ് പിന്തുണച്ചു. LDFിലെ കോട്ട ശിഹാബായിരുന്നു എതിർ സ്ഥാനാർത്ഥി. വലിയ ഭൂരിപക്ഷത്തിൽ അഷ്റഫ് മടാൻ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനാണ് അഷ്റഫ് മടാൻ. ഈ സ്ഥാനം ഇനി ലീഗിലെ KP ഫിറോസിന് നൽകിയേക്കും. 40 അംഗങ്ങളിൽ 39 പേർ പങ്കെടുത്തു. അഷ്റഫ് മടാന് 31 വോട്ടുകൾ ലഭിച്ചു. ഷിഹാബിന് 6 വോട്ടുകളും 2 UDF വോട്ടുകൾ അസാധുവായി. പൊളിറ്റിക്കൽ ഡെസ്ക്, എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.